ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും കനിയും അച്ഛനും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് കാർത്തിക ദീപമാണ്. അപ്പോൾ കാർത്തിക ദീപം ആയതുകൊണ്ട് തന്നെ അവിടെ ആന വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഭിക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനേനെ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മ ആന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആനേനെ കണ്ടില്ല. ആന മേലെയാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വശം തന്നെ അവിടെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞങ്ങളും വേഗം ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു, നല്ല പാൽ പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ആനേനെ കാണാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി അതിനെ കണ്ടപ്പോൾ. അതിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ എന്നോട് പറയുന്നുണ്ട്. പിന്നെ അതിനെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെ 2 ഉണ്ണികളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയുന്നുണ്ട്, ആനേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൾ അവിടെ നിന്ന് കുറച്ച് നേരം തൊഴാൻ നിന്നു. തൊഴുത് തൊട്ട് നടക്കി വെച്ച് അപ്പോഴേക്കും അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ആനയുടെ അടുത്തേക്ക് ഉണ്ണീനെ കൊണ്ടുപോയിട്ടോ. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അച്ഛൻ ഉണ്ണീനായിട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ 2 ചേച്ചിമാരും ചേട്ടനൊക്കെ കൂടിയിട്ട് അവിടെ കാർത്തിക ദീപത്തിനുള്ള ഒരുക്കങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഓം നല്ല ഷേപ്പിൽ എഴുതിയിട്ട് അതിൽ ചിരാത് വെച്ച് നല്ല അടിപൊളിയാക്കുന്നുണ്ട്. അച്ഛൻ വണ്ടി എടുത്ത് വരുന്നവരെ ഞങ്ങൾ ആ കുളമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ചായക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാൻ അടയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അട ഇങ്ങനെ നല്ല ലൂസ് പോലെ ഇങ്ങനെ മാവാക്കിയിട്ടാണ് ഞാൻ അട ഉണ്ടാക്കിയത് കേട്ടോ. ഒരുപാട് ദിവസമായി അട കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിന്ന് അട ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പുഴുങ്ങിയെടുക്കുക ചെയ്തത്. പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പുഴുങ്ങി പിന്നെ ചായ ഉണ്ടാക്കി അടയും ചായയൊക്കെ വെച്ച് ഞാൻ ചെറിയ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഹസനം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യ ആയപ്പോൾ കാർത്തിക ദീപമല്ല, അപ്പോൾ കാർത്തിക ദീപം കത്തിക്കാൻ നേരത്ത് ഞങ്ങൾ നിറയെ ദീപങ്ങളൊക്കെ കത്തിച്ചു കേട്ടോ. ചിരാതില്ലാത്തതുകൊണ്ട് തന്നെ വാഴയുടെ പോളയിലാണ് ഞങ്ങൾ തിരിയിട്ടിട്ട് കത്തിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു കേട്ടോ. വേഗം വേഗം കത്തി തീരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ബായ്.